morning, my dear students. Welcome to the new chapter of SSLC Geography part. That is, in search of the source of wind. Actually, in this chapter, we are finding out the source of the wind. നമ്മൾ എല്ലാവരും കാറ്റ് ആസ്വദിക്കാറുണ്ട്. പക്ഷേ ഈ കാറ്റിൻ്റെ യഥാർത്ഥ ഉറവിടം സോഴ്സ് ഏതാന്നുള്ളത് നമ്മൾ അന്വേഷിക്കാറ് പോലുമില്ല, അല്ലേ? ബട്ട് ഇൻ ദിസ് ചാപ്റ്റർ we are finding out the source of wind. Okay, so to find out that, we need one important term, that is the atmospheric pressure. So what is atmospheric pressure? The weight exerted by the air on the atmosphere is called atmospheric pressure. Okay, അപ്പോൾ എയറിന് നമ്മൾ നോർമലി എയർ ഉണ്ട്, എയർ ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ ഈ എയർ അറ്റ്മോസ്ഫിയറിൽ സം സോർട്ട് ഓഫ് വെയിറ്റ് ഈസ് എക്സർട്ടഡ് ഓൺ ദി എർത്ത് സർഫേസ്, ദാറ്റ് ഈസ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആൻഡ് ദിസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ വേരിയേഷൻസ് ഈസ് ദ റീസൺ ഫോർ ദി ഒക്കറൻസ് ഓഫ് വിൻഡ്. ഓക്കെ, ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് തന്നെയാണ് എന്തുണ്ടാവാൻ കാരണം? ഈ പറയുന്ന വിൻഡ് ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു സം സോർട്ട് ഓഫ് വെയിറ്റ് ഈസ് എക്സർട്ടഡ് ഓൺ ദി എർത്ത് സർഫേസ് എന്ന് പറഞ്ഞു. ആ എത്രയാണ് എർത്തിൻ്റെ സർഫേസിൽ എയർ എക്സേർട്ട് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത്? അത് 1034 മില്ലിഗ്രാം സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ the weight exerted by the air on atmosphere is 1034 milligram centimeter square. So to find out this weight, we use one instrument to find out the atmospheric pressure. Okay, that is the mercury barometer. Okay, mercury barometer use ചെയ്തുകൊണ്ടാണ് നമ്മൾ atmospheric pressure measure ചെയ്യുന്നത്. Okay, സോ ഈ മെർക്കുറി ബാരോമീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറൊക്കെ മെഷർ ചെയ്തു. ഇനി ഈ മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ചെറിയൊരു യൂണിറ്റ്സും കൂടി ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ആഡ് ചെയ്യേണ്ട യൂണിറ്റ്സ് എന്തൊക്കെയാണ്? either millibar or hectopascal. ആ മില്ലിബാർ MB എന്നുള്ള വേർഡോ അല്ലെങ്കിൽ ഹെക്ടോപാസ്കൽ എന്ന് പറയുന്ന HPA എന്ന് പറയുന്ന ഒരു യൂണിറ്റോ നമുക്ക് എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യാം? നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? അത് ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ദ ലെവൽ ഓഫ് മെർക്കുറി അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിൽ ബി 76 സെൻറ്റിമീറ്റർ. ഓക്കെ, നമ്മളൊരു നോർമലി ഒരു മെർക്കുറി ബാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ആ ഒരു ലെവൽ എന്ന് പറയുന്നത് 76 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആ സമയത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1013.2 മില്ലിബാർ or 1013.2 hectopascal. ഓക്കെ, സോ നമ്മൾ ഇപ്പം പറഞ്ഞത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ്? സോ ദിസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, വേരിയേഷൻസ് ഇൻ ദിസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇസ് ദ ബേസിക് റീസൺ ഫോർ ദി ഒക്കറൻസ് ഓഫ് വിൻഡ്. ഓക്കെ, ഇനി ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. There are 3 factors which influence the atmospheric pressure. The first one is temperature and the second one is altitude and the third one is humidity. Okay, so there are 3 factors which influence the atmospheric pressure, that is altitude, temperature and humidity. Okay, so shall we go through the factors, how it influences the atmospheric pressure? Okay, now we are going to discuss how these factors influence atmospheric pressure. Okay, so the first factor is altitude. The atmospheric pressure decreases with altitude. Okay, atmospheric pressure ആൾട്ടിറ്റ്യൂഡിനനുസരിച്ച്, ആൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അത് സംഭവിക്കുക നോക്കാം. The pressure decreases at the rate of 1 millibar per an altitude of 10 meter.
പ്രഷർ കുറയും. എങ്ങനെയാ കുറയുന്നത്? 1 millibar എന്നുള്ള തോതിൽ പ്രഷർ കുറയും ഓരോ 10 meters ഓഫ് ആൾട്ടിറ്റ്യൂഡിനും. ഓരോ 10 മീറ്റർ മുകളിലേക്ക് പോകുന്തോറും, അല്ലെങ്കിൽ ഒരു 10 meters ആൾട്ടിറ്റ്യൂഡ് നമ്മൾ മുകളിലോട്ട് പോകുന്തോറും 1 millibar എന്നുള്ള റേറ്റിൽ പ്രഷർ ഡിക്രീസ് ആവും. ഓക്കെ, നമുക്കറിയാം നമ്മൾ കുറേ ടൂറിസ്റ്റ് പ്ലേസുകളിലും മറ്റൊക്കെ പോകുമ്പോൾ ഊട്ടി, പൊന്മുടി, അങ്ങനെ നമ്മൾ ഒരുപാട് ഏരിയാസിൽ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസസിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീസിനോടൊപ്പം ഒക്കെ നമ്മൾ ടൂർ പോകാറുണ്ട്. പക്ഷേ ഈ ടൂർ പോകുമ്പോഴൊക്കെ ഇതേപോലെയുള്ള തണുത്ത ഏരിയകൾ അല്ലെങ്കിൽ നല്ല ഹൈ റേഞ്ചിലുള്ള ഏരിയാസിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ചെവി അടയുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? ബിക്കോസ് നമ്മൾ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ, ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ഇതുപോലെയുള്ള ഹയർ റേഞ്ചുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഓരോ ആൾട്ടിറ്റ്യൂഡ്, ഒരു ചെറിയ എർത്തിൻ്റെ സർഫേസിൽ നിന്നും ഒരു ചെറിയ പ്രസൻസ് വരെ അല്ലെങ്കിൽ ഒരു സർട്ടൻ ഡിസ്റ്റൻസ് വരെ എന്തിൻ്റെ പ്രസൻസ് ഉള്ളൂ? എയറിൻ്റെ പ്രസൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ റാരിഫിക്കേഷൻ ഓഫ് എയർ ഈസ് ഹാപ്പനിങ് ഹിയർ. ഓക്കെ, അവിടെ എയറിൻ്റെ പ്രസൻസ് കുറവാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ചെവി അടയുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? അപ്പം ഇവിടെ സംഭവിക്കുന്നതും എന്താണ്, ഓരോ 10 meters ആൾട്ടിറ്റ്യൂഡ് നമ്മൾ ഉയരത്തിലേക്ക് പോകും തോറും 1 millibar എന്നുള്ള റേറ്റിൽ പ്രഷർ കുറയും. സോ ഇവിടുന്ന് തന്നെ നമുക്കൊരു കൺസെപ്റ്റ് കിട്ടി. എന്താണ്? atmospheric pressure and altitude are inversely proportional. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. ഓക്കെ, ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്യും, ആൾട്ടിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ will increase. Okay, then the second factor, that is the temperature. How the temperature influences the atmospheric pressure? If you have any idea? No. Like any other object, air also expands when it gets heated. ഏതൊരു സാധനവും ചൂടാകുമ്പോൾ എന്ത് സംഭവിക്കും? വികസിക്കാറുണ്ട്, എക്സ്പാൻഡ് ചെയ്യാറുണ്ട്. ലൈക്ക് ദാറ്റ് എയർ ആൾസോ എക്സ്പാൻഡ്സ് വെൻ ഇറ്റ് ഗെറ്റ്സ് ഹീറ്റഡ്. ഓക്കെ, ചൂടാകുമ്പോൾ എന്തും വികസിക്കുന്നുണ്ട്, എയറും എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. സോ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് ബിക്കംസ് ലെസ് ഡെൻസ്. ഓക്കെ, ചൂടായി കഴിയുമ്പോൾ എയറിൻ്റെ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? പാറി പറന്ന് നടക്കും. സോ ഇറ്റ് അസെൻസ്. ഓക്കെ, സോ 3 പോയിന്റ് നമ്മൾ പറഞ്ഞു. എന്താണ്? ടെമ്പറേച്ചർ കിട്ടും തോറും അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ പ്രസൻസ് കിട്ടും തോറും എയർ എക്സ്പാൻഡ് ചെയ്യും. ദാറ്റ് ഈസ് എ ഫസ്റ്റ് പോയിന്റ്. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ഡെൻസിറ്റി വിൽ ഡിക്രീസ്. സോ ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് starts to ascend. മുകളിലോട്ട് ഉയർന്നു പൊങ്ങാൻ തുടങ്ങും. സോ മുകളിലോട്ട് ഉയർന്നു പൊങ്ങുക വഴി atmospheric pressure will decrease. ഓക്കെ, സോ 3 ടോപ്പിക് നമ്മൾ പറഞ്ഞു. ആ 3 പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ആലോചിക്കണം. ഓക്കെ, when the air gets heated, it gets expanded and it becomes less dense and also it started to ascending. Okay, by ascending the pressure will comes down. Okay, like that നമ്മൾ എന്ത് ചെയ്യാണ്? ഇനി ഈ അസെൻഡ് ചെയ്തു പോയ എയർ ഇപ്പം മുകളിലോട്ട് എത്തി നിൽക്കുകയാണ്. ഈ എയർ പിന്നീട് എന്ത് ചെയ്യും? ഇങ്ങനെ സൈഡ്സിലേട്ടെല്ലാം സ്പ്രെഡ് ആവാൻ തുടങ്ങും. സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ സൈഡ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കൂൾ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, കൂളായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഡെൻസിറ്റി വിൽ ഇൻക്രീസ്. ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിൽ ഓൾസോ ഇൻക്രീസ്. ഓക്കെ, സോ ഇപ്പം ഇവിടെ നമ്മൾ 2 ടോപ്പിക്ക് പറഞ്ഞു. ഏതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് ആൾട്ടിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു, പ്രഷറിനെ കമ്പയർ ചെയ്ത് പറഞ്ഞു. ദെൻ രണ്ടാമത്തെ ടോപ്പിക്കിൽ നമ്മൾ ടെമ്പറേച്ചറും പ്രഷറും തമ്മിൽ കമ്പയർ ചെയ്ത് പറഞ്ഞു. ടെമ്പറേച്ചറും പ്രഷറും തമ്മിൽ കമ്പയർ ചെയ്തപ്പോഴും സെയിം കൺക്ലൂഷനിൽ തന്നെയാണ് നമ്മൾ എത്തിയത്. ഏതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ട്. ഓക്കെ, എങ്ങനെയാണ് വരുന്നത്? വെൻ ദ ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ്, ദ പ്രഷർ വിൽ കംസ് ഡൗൺ, ആൻഡ് വെൻ ദി ടെമ്പറേച്ചർ is decrease, the pressure will comes down. Okay, but temperature increase ചെയ്യുമ്പോൾ pressure decrease ചെയ്യും, temperature decrease ചെയ്യുമ്പോൾ pressure will increase. Okay, so രണ്ടാമത്തെ ടോപ്പിക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ പാർട്ടിലേക്ക് പോവുകയാണ്. The third factor which influence the atmospheric pressure is humidity. Okay, so what do you mean by humidity? The water content present in the atmosphere is known as humidity. Okay,
How the humidity influence the atmospheric pressure? രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞപ്പോഴും അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് ഏത് പ്രൊപ്പോർഷനിലായിരുന്നു? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലായിരുന്നു. ലൈക്ക് ദാറ്റ് ഹ്യൂമിഡിറ്റി ഇസ് ആൾസോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വിത്ത് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വെൻ ഹ്യൂമിഡിറ്റി ഇൻക്രീസ്, atmospheric pressure will decrease, and when the humidity decrease, atmospheric pressure will increase. Okay, so നമ്മൾ ഡിസ്കസ് ചെയ്തത് മൂന്ന് ഫാക്ടേഴ്സ്. There are three factors which influence the atmospheric pressure, that is altitude, temperature and humidity. These three factors are inversely proportional with the atmospheric pressure. Okay, ഇപ്പം നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷർ എന്താണെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ അറ്റ്മോസ്ഫറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൂന്ന് ഫാക്ടേഴ്സും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് യു മീൻ ബൈ ഹൈ പ്രഷർ ആൻഡ് വാട്ട് യു മീൻ ബൈ ലോ പ്രഷർ. അതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഹൈ പ്രഷർ മീൻസ് the atmospheric pressure of an area is higher than that of the surrounding region, then it is known as the high pressure region. ചുറ്റുമുള്ള റീജിയൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫറിക് പ്രഷർ ഒരു റീജിയനിൽ കൂടുതലാണെങ്കിൽ അതിനെ ഹൈ പ്രഷർ റീജിയൻ എന്ന് പറയും. Okay, the atmospheric pressure of an area is lower than that of the surrounding region, then it is known as the low pressure region. ചുറ്റുമുള്ള റീജിയൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു റീജിയനിൽ പ്രഷർ കൂടുതലാണെങ്കിൽ അതിനെ ഹൈ പ്രഷർ റീജിയൻ എന്നും പ്രഷർ കുറവാണെങ്കിൽ അതിനെ ലോ പ്രഷർ റീജിയൻ എന്നുമാണ് നമ്മൾ പറയുക. ഓക്കെ, ഇനി നമ്മൾ ഐസോബാസ് എന്നുള്ള ഒരു ടോപ്പിക്കും കൂടി നോക്കുകയാണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഐസോതേർംസ് എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട് 9th. സോ ഐസോതേർംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ദാറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ joining places having equal atmospheric temperature. ഒരേ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഇമാജിനറി ലൈൻസ് ആയിരുന്നു ഐസോതേർംസ്. ലൈക്ക് ദാറ്റ് ഐസോബാസ് എന്ന് വെച്ചാൽ എന്താ? Isobars are also an imaginary lines joining places having equal atmospheric pressure. ഓക്കെ, ഒരേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ള ഏരിയാസിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഇമാജിനറി ലൈൻസ് ആണ് ഐസോബാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വാട്ട് യു മീൻ ബൈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ, and how the factors influences the atmospheric pressure, or what is the relationship between altitude, temperature and humidity with the atmospheric pressure, and high pressure region and low pressure region, and also isobars. Okay, so I hope you all understand the topic I have discussed today. So study well, stay home and stay safe. Thank you my dear students.